നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചു കഴിഞ്ഞതിന് പിന്നാലെ കണക്ക് കൂട്ടലുകളിലാണ് ഓരോ പാർട്ടി, അത് BJP ആയാലും LDF ആയാലും UDF ആയാലും എത്ര സീറ്റുകൾ ലഭിക്കും, ഏറ്റവും കൂടുതൽ ടൈറ്റ് ഫൈറ്റ് നടന്ന സ്ഥലങ്ങൾ, എന്താണ് നടക്കാൻ പോകുന്നത്, അവിടങ്ങളിലൊക്കെ തന്നെയുള്ള പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ തോതിലുള്ള ചർച്ചകൾ, അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ കണക്ക് കൂട്ടലുകൾ, അതോടൊപ്പം തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്ന സർവേ റിസൾട്ടുകൾ, ദേശീയ തലത്തിൽ നിന്ന് തന്നെ വരുന്ന സർവേ റിസൾട്ടുകളൊക്കെ തന്നെ നോക്കുമ്പോഴത്തേക്കും കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങൾ, ഈ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, അതായത് ത്രികോണ പോരാട്ടങ്ങൾ വളരെ കടുത്തതായി നടക്കുന്ന സ്ഥലങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമെന്ന് പറയുന്നത് പാലക്കാട് ഇത്തവണ വലിയ രീതിയിലുള്ള ഒരു പോരാട്ടമാണ് നടക്കുന്നത് എന്നുള്ളത് കണക്കുകൾ പുറത്തു വരുമ്പോഴത്തേക്കും വ്യക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും പുറത്തു വന്ന സർവേ റിസൾട്ടുകൾ നോക്കുമ്പോൾ, അതും ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള വോട്ടർ സർവേ റിസൾട്ടുകൾ ഉൾപ്പെടെ നോക്കുമ്പോഴത്തേക്കും പാലക്കാട് വലിയ തോതിലുള്ള അട്ടിമറി സംഭവിക്കുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ടുകൾ സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്ന സർവേ റിസൾട്ട് പ്രകാരം പാലക്കാട് വളരെ വലിയ തോതിലുള്ള ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നും അതിൽ തന്നെ അട്ടിമറി സാധ്യത വളരെ വലിയ തോതിൽ കൊടുത്തിരിക്കുന്നു എന്നുള്ളതുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എടുത്തു പറയാനായിട്ട് സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും അതിൽ വിജയ സാധ്യത കണക്ക് എത്രത്തോളമാണ് എന്ന് നോക്കുമ്പോഴത്തേക്കും, ഓരോ പാർട്ടികളുടെ കണക്ക് നോക്കുമ്പോഴത്തേക്കും അതിൽ BJP സംബന്ധിച്ചിടത്തോളം 40% കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് പുതുതായി ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്ന സർവേ റിസൾട്ട് പ്രകാരം. കോൺഗ്രസിന് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് 38% കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇടതുപക്ഷത്തിന് കൊടുത്തിരിക്കുന്നത് 22% കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു മേൽക്കൈ നൽകിയിരിക്കുന്നത് പാലക്കാട് BJPക്കാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. രണ്ടാം സ്ഥാനത്ത് UDFനാണ്, തൊട്ടു പിന്നിൽ 38%. മൂന്നാം സ്ഥാനത്ത് 22% പിന്നിലേക്ക് പോയിരിക്കുന്നു LDF എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത്. LDF വോട്ടുകൾ എങ്ങനെയാണ് മാറി മറിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സർവേ റിസൾട്ട് മാത്രമാണ് ഇതെന്ന് പറയുന്നത്, പക്ഷേ സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും അതിൽ BJPക്കാണ് ഒരു മേൽക്കൈ കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ തൊട്ടു പിന്നിൽ നിൽക്കുന്നത് കോൺഗ്രസും, മൂന്നാം സ്ഥാനത്ത് വളരെയേറെ പിന്നിലായിട്ട് ഇടതുപക്ഷം പോകുമെന്നാണ് സർവേ റിസൾട്ട് പറയുന്ന കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നും വ്യക്തമാവുന്ന ഒരു കാര്യം, അവിടെ BJP സ്ഥാനാർത്ഥിക്ക്, അതായത് ശോഭാ സുരേന്ദ്രന് വിജയ സാധ്യത കൂടുതലാണ് എന്ന് തന്നെയാണ്. തൊട്ടു പിന്നിൽ നിൽക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് 38% പറയുന്നത്. അതായത് ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിൽ എന്തും സംഭവിക്കാം, പക്ഷേ ഒരു കൃത്യമായിട്ടുള്ള ഒരു മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് BJPക്ക് തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. ഇതിൽ ഇടതുപക്ഷ വോട്ടുകളാണ്, സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും ഇടതുപക്ഷ വോട്ടുകളാണ് ഏത് തരത്തിലാണ് പോയിരിക്കുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമെന്ന് പറയുന്നത്. അത് BJPയിലേക്ക് തന്നെയാണോ കൂടുതലും പോയിരിക്കുന്നത്, അതല്ല UDFയിലേക്ക് കൂടുതൽ പോയിട്ടുണ്ടോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്തായാലും സർവേ റിസൾട്ടുകൾ പോലെയാണ് കാര്യങ്ങൾ മാറി മറിയുന്നതെങ്കിൽ അവിടെ BJP അക്കൗണ്ട് തുറക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം. അതോടൊപ്പം തന്നെ അവിടെ UDF പിന്നിലാവുന്ന തരത്തിൽ, അതായത് UDFൻ്റെ സീറ്റാണ് നിലവിൽ പാലക്കാട് എന്ന് പറയുന്നത്. അത് ഷാഫി പറമ്പിലായിരുന്നു, ഷാഫി പോയി, പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി, ഇപ്പോൾ രമേശ് പിഷാരടി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ആ സീറ്റ് അവിടെ കോൺഗ്രസിന് നിലനിർത്താൻ സാധിക്കത്തില്ല എന്നും ആ സീറ്റ് മാറി മറിയുമെന്നും അത് BJPയിലേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കനത്ത പ്രഹരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണമെന്ന് പറയുന്നത്, നിലനിർത്താൻ സാധിക്കുമായിരുന്ന സീറ്റിൽ പലതരത്തിലുമുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്ത് അത് വളരെ വലിയ തോതിൽ അവസാനത്തെ സ്ഥാനാർത്ഥി നിർണയം തന്നെയും പാടിപ്പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയ ഒരു സാഹചര്യം അവിടെ കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അത് ഗുണകരമാക്കി മാറ്റാനായിട്ട് BJPക്ക് സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയെന്ന് വേണം സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത്. പക്ഷേ സർവേ റിസൾട്ടുകൾ പോലെ തന്നെ കാര്യങ്ങൾ മാറി മറിയുമോ, അതല്ല അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി അവസാന നിമിഷം കോൺഗ്രസിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണെന്ന്
കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ ഒരു നേരിയ തോതിലുള്ള മുൻതൂക്കം പാലക്കാട് BJPക്ക് തന്നെയാണ്. 40% വിജയ സാധ്യത നൽകുന്നു. 38% UDF നൽകുന്നു. 22% LDF നൽകുന്നതെന്ന് പറയുന്നത്. എന്തായാലും പാലക്കാട് ജനങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് വിധി എഴുതിയിരിക്കുന്നത്? അത് തീർച്ചയായിട്ടും UDF അനുകൂലം, BJPക്കാണോ അനുകൂലം, അതല്ല LDF അനുകൂലം എന്നുള്ളത് കണ്ടറിയേണ്ടത് അനിവാര്യമാണ്. എന്തായാലും LDF സംബന്ധിച്ചിടത്തോളം അവർക്ക് പിടിച്ചു നിൽക്കാനും അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണത്തെ വോട്ട് നിലനിർത്താനുമായിട്ട് സാധിക്കത്തില്ല എന്ന് സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെയും ഒരു മുന്നേറ്റം ഉണ്ടാക്കേണ്ടത്, വോട്ട് നിലനിർത്തേണ്ടത് അല്ലെങ്കിൽ ഒരു 2ാം സ്ഥാനത്തെങ്കിലും എത്തേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു ഘടകം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണണം. അതോടൊപ്പം തന്നെ BJPക്ക് പാലക്കാട് കുറേ നാളുകളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാലക്കാട് ഇത്തവണ അതും BJPയുടെ ഏറ്റവും വലിയ നേതാവ്, തീപ്പൊരി വനിതാ നേതാവായിട്ടുള്ള ശോഭാ സുരേന്ദ്രനിലൂടെ അവിടെ സാധ്യമാകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. എന്തായാലും കാത്തിരിക്കാം. പാലക്കാട് സർവേ റിസൾട്ടുകൾ പോലെ തന്നെ കാര്യങ്ങൾ മറിയുമോ, അതല്ല അന്തിമഘട്ടത്തിൽ ജനങ്ങളുടെ വിധി അത് UDF തന്നെ അനുകൂല ഘടകമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് കണ്ടറിയാം.